ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് നമ്മുടെ ലാലയുടെ സ്പെഷ്യൽ സൂപ്പറായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു നല്ല നാടൻ ടേസ്റ്റാണ്. ഇത് ചെയ്യാനും നല്ല ഈസിയാണ്, കഴിക്കാനും പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി ടേസ്റ്റും ഒരു നല്ലൊരു ഫ്ലേവറുമാണ് ഇത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ടാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ പീസാണ് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 10-15ഓളം ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 7-8 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചുട്ട തേങ്ങയാണ്. ഒരു ചെറിയൊരു മുറി മതിയാകും. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്, ഇത്രയും ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിറകടുപ്പുണ്ടെങ്കിൽ അതിലിട്ടൊന്ന് ചുട്ടെടുത്താൽ മതിയാകും. ആ ചുട്ടെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചുട്ടെടുത്തത് ഇതിൽ നിന്ന് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടി വരില്ല, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാകും ഇതിനായിട്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചാണ് എടുക്കാനുള്ളത്. ചതച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു കല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അമ്മിയുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും അമ്മിയേക്കാൾ കൂടുതൽ ഈ കല്ല് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലാണ് ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചതച്ചെടുത്താലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ അതിൻ്റേതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലുള്ളൊരു കല്ല് വേണം ഇത് ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇഞ്ചി നല്ലോണം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഈസിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഞ്ചി കറക്റ്റ് 1 ടീസ്പൂണോളം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളി ഇട്ട് ചതച്ചെടുക്കാം. ഇതിൽ ചതയ്ക്കുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചതച്ചെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് കുറച്ചായിട്ട് ചതച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിലുള്ളൊരു ബുദ്ധിമുട്ട്. വെളുത്തുള്ളി പെട്ടെന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂണോളം ഉണ്ടാകും. ഇനി ചെറിയ ഉള്ളി കൂടി ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി 1-2 പീസ് ഇട്ട് കൊടുത്ത് അതും കൂടി ചതച്ചെടുക്കാം. ഈ കല്ലിലിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ അടിയിൽ ഇതുപോലൊരു കട്ടിയുള്ള എന്തെങ്കിലും തുണി ഇട്ടിട്ട് വേണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം. അങ്ങനെ ചെറിയ ഉള്ളിയും ആദ്യത്തേത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചതച്ചെടുക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ എന്തായാലും ഇതിലിട്ട് ചതച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയാണ് ബാക്കി വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. തേങ്ങ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആവശ്യമുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വഴക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെച്ച് കൂടി കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതാദ്യം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ കൊത്തോടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്തിൻ്റെ ഫ്ലേവർ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചപ്പോഴും തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിലിട്ട് മിക്സ് ചെയ്യുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനിലെ വെള്ളം തന്നെ വന്ന് ഊറി ഈ ചിക്കനും അതുപോലെ തന്നെ ഇതിലെ മസാലയൊക്കെ ആവശ്യത്തിന് കുക്കായിക്കോളും. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഈ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിലുള്ള വെള്ളം തന്നെ ഊറി വന്ന് ഈ ചിക്കൻ മസാലയൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നല്ലോണം ഇതാ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് കുക്കായിക്കോളും. നല്ല ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കിയ ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ചിക്കനൊക്കെ സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് കട്ടാക്കി ഇട്ടുകൊണ്ട് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇത് ചെയ്യാനും. അതുപോലെ തന്നെ ഈസിയാണ്. എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് ഞാൻ ലാസ്റ്റ് ചേർത്ത് കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എരിവ് വേണ്ടവർക്ക് അതിട്ട് കൊടുക്കാം. ഞാനിതിൽ ആദ്യം മുതലേ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എരിവിന് ഞാൻ ചില്ലി ഫ്ലെക്സും പെപ്പറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ വേണ്ട എരിവ് മതിയാകും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ എന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.